An alloy A contains two elements, copper and tin, in the ratio 2:3, whereas an alloy B contains the same elements in the ratio 3:4. If 20 kg of alloy A and 20 kg of alloy A, comma 28 kg of alloy B and some more pure copper are mixed to form a third alloy C, which now contain copper and tin. Copper, the copper ആണ് COPPER, copper and tin, in the ratio 6:7. Then what is the quantity of pure copper mixed okay, mixed. Okay, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നോക്കിക്കോളൂ, നമുക്കിവിടെ രണ്ട് അലോയ്സ് തന്നിട്ടുണ്ട്. ഒന്ന് അലോയ് എ ആണ്, ഒന്ന് അലോയ് ബി ആണ്. ഈ രണ്ട് അലോയ്സിലും അലോയ് എ ആയാലും അലോയ് ബി ആയാലും അതിലുള്ള കോമ്പോണൻസ് സെയിം ആണ്. എന്താണ് അതിലുള്ള കോമ്പോണൻസ്? കോപ്പറും ടിന്നുമാണ്. ഒരു പ്രത്യേക റേഷ്യോയിലാണ് അലോയ് എയിലും അലോയ് ബിയിലും ഈ രണ്ട് കോമ്പോണൻസും ഉള്ളത്. ഇനി ഈ രണ്ട് ഈ രണ്ട് അലോയ്സ്, അലോയ് എയുടെ 20 കിലോയും അലോയ് ബിയുടെ 28 കിലോയും, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് എന്ത് ആഡ് ചെയ്ത് കൊടുത്തു? പ്യോറായ കോപ്പറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ആഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് പുതിയൊരു അലോയ് കിട്ടി, അലോയ് സി കിട്ടി. ആ അലോയ് സിയിലുള്ള കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും റേഷ്യോ എനിക്ക് തന്നിട്ടുണ്ട് 6:7. അങ്ങനെയെങ്കിൽ ഞാൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത പ്യോർ കോപ്പറിൻ്റെ ക്വാണ്ടിറ്റി എന്താണ് എന്നാണ് നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പ്യോർ നമ്മൾ മിക്സ്ചേഴ്സിനെ മിക്സ് ചെയ്യുക, അല്ലെ? ഒരു പ്രത്യേക റേഷ്യോസിലുള്ള എന്താ പറയുക, ആ ഒരു മിക്സ്ചേഴ്സിന്, അതായത് അതിലുള്ള കോമ്പോണൻസ് ഒരു പ്രത്യേക റേഷ്യോ ആണ്. ആ മിക്സ്ചേഴ്സിൻ്റെ സർട്ടൺ ക്വാണ്ടിറ്റി നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു മിക്സ്ചർ കിട്ടുമെന്ന് പറയണ ആ ഒരു കോൺസെപ്റ്റ് മാത്രം അപ്ലൈ ചെയ്ത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു നമ്മൾ പറഞ്ഞു മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസിൽ 3 രീതിയിലാണ് നമ്മൾ പൊതുവേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിൽ രണ്ട് കാര്യങ്ങളുള്ള ഒന്ന് നമ്മുടെ ആ മിക്സിങ്, രണ്ട് മിക്സ്ചേഴ്സിൻ്റെ മിക്സിങ്ങും, അതേപോലെ നമ്മളൊരു മിക്സ്ചറിലേക്ക് ഏതെങ്കിലും ഒരു കോമ്പോണൻറ്റ് മാത്രം നമ്മൾ അഡീഷണലായി ആഡ് ചെയ്ത് കൊടുത്തു. മറ്റേ കോമ്പോണൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയിൽ യാതൊരു വേരിയേഷനും വന്നില്ലെങ്കിൽ ആ ക്വാണ്ടിറ്റി എത്രയാണ് അല്ലെങ്കിൽ പുതിയ ആ ഒരു റേഷ്യോ എന്താണെന്നൊക്കെ ഉള്ള ആ ഒരു ടൈപ്പില്ല. ഈ രണ്ട് കോൺസെപ്റ്റും കൂടെ അപ്ലൈ ചെയ്തും നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഞാൻ രണ്ട് രീതിയും ചെയ്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും നമുക്ക് ഫസ്റ്റ് ഈ മിക്സിങ്ങിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ താഴത്ത് എഴുതാം, എന്നിട്ട് ക്വസ്റ്റ്യൻ എനിക്ക് മായ്ക്കണം, കാരണം സ്ഥലമില്ലല്ലോ. യെസ്, അപ്പോൾ എൻ്റെ കയ്യിൽ എന്തുണ്ട്? 2 അലോയ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ അലോയിലുള്ളത് കോപ്പറും ടിന്നുമാണ്. കോപ്പറിനെ സി എന്നും ടിന്നിനെ ടി എന്നും ഞാൻ റെപ്രസെൻ്റ് ചെയ്യുവാണ്.
ആദ്യത്തെ അലോയിലുള്ള കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും റേഷ്യോ 2:3 ആണ് അല്ലേ. കോപ്പർ ടു ടിന്നാണ്, ഇവിടെ 3:4 ആണ്. ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആയല്ലോ. ഇനി എ എന്ന് പറയുന്ന ആളുടെ 20 കിലോഗ്രാം ഞാൻ എടുക്കുന്നുണ്ട്, ബി എന്ന് പറയുന്ന ആളുടെ 28 കിലോഗ്രാം. ഇവർ രണ്ടുപേരെയാണ് ഞാൻ മിക്സ് ചെയ്യണത്. ഇവരെ മിക്സ് ചെയ്യണ കൂട്ടത്തിൽ ഞാൻ ഒരാളെയും കൂടെ മിക്സ് ചെയ്യേണ്ട. ആ ഒരാൾ ആരാണ്? പ്യോർ കോപ്പറാണ്. ആ ഒരാൾ ആരാണ്? പ്യോർ കോപ്പറാണ്. ഈ പ്യോർ കോപ്പറിലുള്ള കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും റേഷ്യോ എന്തായിരിക്കും? നമുക്കറിയാം പ്യോർ കോപ്പർ എന്ന് പറയുമ്പം ആ പ്യോർ കോപ്പറിലുള്ള സംഭവം എന്ത് മാത്രമേ ഉള്ളൂ? കോപ്പർ മാത്രമേ ഉള്ളൂ. സേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 5 കിലോ പ്യോർ കോപ്പർ എടുക്കുകയെന്ന് വിചാരിച്ചു. ഐ എം ടേക്കിംഗ് 5 kilograms ഓഫ് പ്യോർ കോപ്പർ. ആ 5 kilogram ഓഫ് പ്യോർ കോപ്പറിലുള്ള കോപ്പറിൻ്റെ ക്വാണ്ടിറ്റി എന്തായിരിക്കും? കോപ്പറിൻ്റെ ക്വാണ്ടിറ്റി 5 kilogram ആണ്. നമ്മുടെ ടിന്നിൻ്റെ ക്വാണ്ടിറ്റി എന്തായിരിക്കും? ടിന്നിൻ്റെ ക്വാണ്ടിറ്റി 0 ആണ്. ഇനി ഞാൻ ഇവരുടെ റേഷ്യോ ഞാൻ ഡിറ്റർമൈൻ ചെയ്യാൻ പോവാണ്. 5:5 അല്ലേ. 5 kilogram ഓഫ് കോപ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ കിലോഗ്രാം ഓഫ് ദി സബ്സ്റ്റൻസ്. ആ സബ്സ്റ്റൻസിൻ്റെ മൊത്തം കിലോഗ്രാം 5 ആണ്. സോ 5 ഡിവൈഡഡ് ബൈ 5 1 ആണ്. ഇനി ഞാൻ ടിന്നിൻ്റെ കാര്യത്തിലേക്ക് വരുവാണ്. ടിന്നിൻ്റെ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ മിക്സ്ചർ. അപ്പോൾ ഇവിടെ എന്താണ്? ടിന്നിൻ്റെ ക്വാണ്ടിറ്റി 0 ആണ്. 0 ഡിവൈഡഡ് ബൈ 5 ആകുമ്പോൾ ടിന്നിൻ്റെ റേഷ്യോയുടെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ മൂന്നാമത്തെ പ്യോർ കോപ്പറിലുള്ള കോപ്പർ ടു ടിന്നിൻ്റെ റേഷ്യോ എനിക്ക് എന്ത് കിട്ടി? 1:0 എന്ന് കിട്ടി. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം അതിൻ്റെ പ്യോർ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ പ്യോർ ആസിഡ് ആണ്, അല്ലെങ്കിൽ ഇപ്പം പ്യോർ ലെഡാണ്, പ്യോർ ടിന്നാണ്, ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആ പ്യോറിൻ്റെ എന്താ പറയുക റേഷ്യോ എന്തായിരിക്കും? ഏത് സബ്സ്റ്റൻസ് ആണോ അതിലുള്ള, അല്ലെങ്കിൽ എന്ത് സാധനമാണോ ഉള്ളത് അതിൻ്റെ വാല്യൂ 1ഉം, നമുക്ക് ഇല്ലാത്ത സാധനം ഏതാണോ ബേസ്ഡ് ഓൺ ദ ക്വസ്റ്റ്യൻ, ഇല്ലാത്ത ആൾ ആരാണോ അതിൻ്റെ വാല്യൂ നമ്മൾ എന്തായിട്ടും കൺസിഡർ ചെയ്യും? 0 ആയിട്ടും കൺസിഡർ ചെയ്യും. ക്ലിയർ ആയല്ലോ? ഓക്കെ. ക്വസ്റ്റ്യനിൽ നമുക്ക് എത്ര കിലോഗ്രാം കോപ്പറാണ് നമ്മൾ എടുത്തതെന്നുള്ളത് അവർ തന്നിട്ടില്ല അല്ലേ. ക്വസ്റ്റ്യനിൽ നമ്മൾ എത്ര കിലോഗ്രാം കോപ്പറാണ് എടുത്തതെന്നുള്ളത് തന്നിട്ടില്ല. നമ്മൾ അതാണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ഐ എം ഗോയിങ് ടു അസ്യൂം ദ ക്വാണ്ടിറ്റി ആസ് എക്സ് കിലോഗ്രാം. ആ ക്വാണ്ടിറ്റി ഓഫ് കോപ്പറിനെ ഐ എം അസ്യൂമിങ് ഇറ്റ് ആസ് എക്സ് എന്ന് ഞാൻ അതിനെ അസ്യൂം ചെയ്യുവാണ്. ഇനി പുതിയൊരു അലോയ് ഞാൻ ഫോം ചെയ്തു. അലോയ് സി ആണ്. അതിലുള്ള കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും റേഷ്യോ എനിക്ക് തന്നിട്ടുണ്ട് 6:7. സോ ഞാൻ എൻ്റെ ക്വസ്റ്റ്യനെ, എനിക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ ഞാൻ മാത്തമാറ്റിക്കലായി റെപ്രസെൻ്റ് ചെയ്ത് കഴിയും. നമുക്കിനി അത് സോൾവ് ചെയ്യാം. നോക്കിക്കോളൂ. ഓക്കെ. ഇനി നമുക്ക് ഞാനിവിടെ എ ബി പിന്നെ പ്യോർ കോപ്പറാണ്, തൽക്കാലം അതിന് ഞാൻ PC എന്ന് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ എനിക്ക് സാധനങ്ങളുടെ റേഷ്യോ ഉണ്ട്, കോമ്പോണൻസിൻ്റെ റേഷ്യോ ഉണ്ട്, എത്ര കിലോഗ്രാം ആണ് ഞാൻ എടുത്തതെന്നുള്ളതും അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, 20 കിലോഗ്രാം ആണ് ആരുടെ ക്വാണ്ടിറ്റി? എയുടെ ക്വാണ്ടിറ്റി. അപ്പോൾ ഇവിടെ 2 + 3 5 ആണ്. 5ൻ്റെ വാല്യൂ ആണ് 20 കിലോഗ്രാം. സോ എനിക്ക് കിട്ടി 1:20/5 4 എന്ന് കിട്ടി. ഇതൊക്കെ നമ്മൾ ഒരുപാടായിട്ട് ഡിസ്കസ് ചെയ്യണ കാര്യങ്ങളാണ്. പിന്നെയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞു പോകേണ്ട കാര്യമില്ലല്ലോ. പിന്നെയും പറയേണ്ട ആവശ്യമില്ല. കുറേ ടൈം വേസ്റ്റ് ആവുന്നില്ലാതെ ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലുള്ള ബേസിക്കായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് സെഷൻസ് നിങ്ങൾ പോയി കണ്ടാൽ മതി. പ്രീവിയസ് സെഷൻസിലെല്ലാം നമ്മൾ ബേസിക്കായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. യെസ്. അപ്പോൾ ഇവിടെ 1:4 ആണ്. 1:4 ആണെങ്കിൽ 2 എന്ന് പറയുമ്പം കോപ്പർ ടിൻ. 2 എന്ന് പറയുമ്പോൾ 2 × 4 8 ആണ് കോപ്പറിൻ്റെ വാല്യൂ. 4 × 3 12 ആണ്. അപ്പോൾ എനിക്ക് കോപ്പർ ടിൻ ഇൻ എ കിട്ടി. ക്ലിയർ ആയല്ലോ? ഒരു കാര്യം ചെയ്യാം. കോപ്പർ ടിൻ തൽക്കാലം ഞാൻ റെഡിൽ എഴുതാം. കോപ്പർ ടിൻ. ഓക്കെ. ഇനി അതേപോലെ ഇവിടെ നോക്കിക്കോളൂ. 28 kilograms ആണ്. 7 = 28 ആണ്. 3 + 4 7 = 28. സോ എനിക്ക് കിട്ടി 1:4 എന്ന് കിട്ടി. എഗെയിൻ 1:4 ആണ്. 4 × 3 12 ആണ്. 4 × 4 16 ആണ്. ഇനി നമ്മുടെ പ്യോർ കോപ്പർ നോക്കിക്കോളൂ. പ്യോർ കോപ്പറിൻ്റെ കാര്യം പറയുമ്പോൾ 1 + 0
1 + 0 = 1 ആണ്. സോ 1 = x കിലോഗ്രാം എന്ന് എനിക്ക് കിട്ടി അല്ലേ. റേഷ്യോയിലുള്ള രണ്ട് വാല്യൂസ് ആഡ് ചെയ്തു. 1 + 0 ആണ് x. സോ 1 = x എന്ന് കിട്ടി. അപ്പോൾ 1x ആണ് കോപ്പറിൻ്റെ ക്വാണ്ടിറ്റി, x ആണ്. ഈ മിക്സ്ചറിലുള്ള പ്യുവർ കോപ്പറിൻ്റെ ക്വാണ്ടിറ്റി x ആണ്, ടിന്നിൻ്റെ ക്വാണ്ടിറ്റി 0 ആണ്. ഇവന്മാരെ 3 പേരെയുമാണ് ഞാൻ മിക്സ് ചെയ്യാൻ പോകുന്നത്. മിക്സ് ചെയ്യാൻ പോണ സമയത്ത് ഞാൻ എന്താണ് സിമിലർ ക്വാണ്ടിറ്റീസിന് ഞാൻ ഒന്നിച്ച് ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ നോക്കിക്കോളൂ, 8 + 12 + x ഡിവൈഡഡ് ബൈ 12 + 16 + 0. മുകളിലുള്ളത് ആരാണ്? കോപ്പറാണ്. താഴത്തുള്ളത് ആരാണ്? ടിന്നാണ്. ഇത് ഏതിലുള്ള ക്വാണ്ടിറ്റിയാണ്? നമ്മുടെ അലോയ് സിയിലുള്ള ക്വാണ്ടിറ്റിയാണ്. അലോയ് സിയിലുള്ള കോപ്പറിൻ്റെ ക്വാണ്ടിറ്റി 8 + 12 + x ആണ്. ടിന്നിൻ്റെ ക്വാണ്ടിറ്റി 12 + 16 + 0 ആണ്. We are provided with the ratio of copper and tin in alloy C. എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? 6/7 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 8 + 12 ചെയ്യുമ്പം എനിക്ക് 20 ആണ് കിട്ടുക. സോ 20 + x × 7. ഇവിടെ ഡിവൈഡഡ് ബൈ വേണ്ട, ഇവിടെ ഞാൻ മുകളിലേക്ക് കൊണ്ടുപോകുമ്പം 12 + 16 ചെയ്യുമ്പോൾ എനിക്ക് 28 കിട്ടും. 28 × 6 എന്ന് കിട്ടും. നോക്കിക്കോളൂ, ഇത് രണ്ടും 7 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ എനിക്ക് ഇവിടെ 1 കിട്ടും, ഇവിടെ 4 കിട്ടും. സോ 20 + x = എനിക്ക് എന്ത് കിട്ടി? 24 എന്ന് കിട്ടി. 20 + x = 24 ആണ്. ദാറ്റ്സ് ഐ ഗോട്ട് x = 24 - 20, ദാറ്റ് ഈസ് 4. അപ്പോൾ എന്താണ്, ഞാൻ എത്ര കിലോഗ്രാം ഓഫ് പ്യുവർ കോപ്പറാണ് എടുത്തത്? ഞാൻ എടുത്ത പ്യുവർ കോപ്പറിൻ്റെ ക്വാണ്ടിറ്റി 4 കിലോഗ്രാം ആണ്. ക്ലിയർ ആയല്ലോ? യെസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മെത്തേഡ്. പ്യുവർ ഞാൻ പറഞ്ഞു, നമ്മുടെ മിക്സിംഗ് ഓഫ് മിക്സ്ചേഴ്സ്. ഒന്നിലധികം മിക്സ്ചറിനെ നമ്മൾ മിക്സ് ചെയ്യണ സമയത്ത് നമുക്ക് പുതിയൊരു മിക്സ്ചർ കിട്ടും. ആ ഒരു ലോജിക്ക് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് മാത്രം അപ്ലൈ ചെയ്ത് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഈ മിക്സ്ചേഴ്സിൽ പഠിച്ച 2 കോൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ആദ്യം ഈ 2 മിക്സ്ചേഴ്സിനെ മാത്രം ഞാൻ കൺസിഡർ ചെയ്യണം. ഐ എം ഗോയിങ് ടു കൺസിഡർ 2 alloys A and B. ദീസ് 2 alloys, ഇവന്മാർ രണ്ടുപേരെയാണ് കൺസിഡർ ചെയ്യുന്നത്. A, B ആണ്. ഇവർ രണ്ടുപേരെയും ഞാൻ മിക്സ് ചെയ്യുവാണ്. രണ്ടുപേരെയും എനിക്കറിയാം, എ ബിയും പ്യുവർ കോപ്പറും കൂടെ മിക്സ് ചെയ്തപ്പം എനിക്ക് ഒരു അലോയ് C എന്ന ഒരു അലോയ് കിട്ടി, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു രീതിയിൽ സോൾവ് ചെയ്തു. രണ്ടാമത്തെ മെത്തേഡിൽ ഞാൻ ആദ്യം ഈ 2 മിക്സ്ചേഴ്സിനെ മാത്രം ഞാൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ മിക്സ്ചറിൻ്റെ 20 കിലോഗ്രാം ആണ് ഞാൻ എടുത്തത്. രണ്ടാമത്തെ മിക്സ്ചറിൻ്റെ 28 കിലോഗ്രാം ആണ് ഞാൻ എടുത്തത്. ഈ 20 കിലോഗ്രാം ഉള്ള ഒരു അലോയിനെയും 28 കിലോഗ്രാം ഉള്ള വേറൊരു അലോയിനെയും ഞാൻ മിക്സ് ചെയ്യണ സമയത്ത്, ഈ 2 മിക്സ്ചേഴ്സിനെയും ഞാൻ മിക്സ് ചെയ്യണ സമയത്ത് ആ കിട്ടുന്ന പുതിയ മിക്സ്ചറിൻ്റെ ടോട്ടൽ മാസ് എന്തായിരിക്കും? പുതിയ മിക്സ്ചറിൻ്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് ഈ 2 മാസിൻ്റെ, ഈ 2 ക്വാണ്ടിറ്റീസിൻ്റെയും സമ്മേഷൻ ആയിരിക്കും. അപ്പോൾ എൻ്റെ പുതിയ അലോയ് സേ ഫോർ എക്സാമ്പിൾ ഞാൻ അതിനെ ന്യൂ എന്ന് പേര് കൊടുക്കുവാണ്. ന്യൂ എന്ന് തൽക്കാലം പേര് കൊടുക്കുവാണ്. ഈ ന്യൂ എന്ന് പറയുന്ന ആളുടെ മാസ് അല്ലെങ്കിൽ അയാളുടെ ക്വാണ്ടിറ്റി എന്താണ്? അയാളുടെ ക്വാണ്ടിറ്റി 20 + 28 48 കിലോഗ്രാം ആണ്. ക്ലിയർ ആയല്ലോ? ഇനി ഈ ന്യൂ എന്ന് പറയുന്ന അലോയിലുള്ള കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. നോക്കിക്കോളൂ, ഇവിടെ 20 എത്രയാണ്? 20 4 കോപ്പറാണ്. 8 കോപ്പറാണ്, 12 ടിന്നാണ്. അതേപോലെ ഇവിടെ 12 കോപ്പറാണ്, 16 ടിന്നാണ്. അപ്പോൾ ഇവർ സിമിലറായ കോമ്പോണൻസിന് ഞാൻ ആഡ് ചെയ്യുന്നു. 8 + 12 10 ആണ്. 8 + 12 10 ആണ്. 12 + 16 28 ആണ്. കോപ്പർ ടു ടിന്നിൻ്റെ റേഷ്യോ ആണ്, രണ്ടും 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. 5:7 ആണ്. റേഷ്യോ എന്താണ്? 5:7 ആണ്. റേഷ്യോ ഈസ് 5:7. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇവർ രണ്ടുപേരെയും എയും ബിയും നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പുതിയൊരു അലോയ് കിട്ടി, ന്യൂ എന്ന് പറയുന്ന അലോയ് കിട്ടി. അതിൻ്റെ 48 കിലോഗ്രാം ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൻ്റെ റേഷ്യോ എന്താണ്? 5:7 ആണ്, കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും. ഇനി ഈ മിക്സ്ചറിലേക്ക് ഞാൻ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്? സർട്ടൺ ക്വാണ്ടിറ്റി, സേ ഫോർ എക്സാമ്പിൾ 8 കിലോഗ്രാം ഓഫ് കോപ്പർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. 8 കിലോഗ്രാം ഓഫ് കോപ്പർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത സമയത്ത് ഇവരുടെ റേഷ്യോ എന്തായി? 6:7 എന്നായി അല്ലേ? നമുക്കറിയാം
ഒരു മിക്സ്ചറിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു കോമ്പോണൻറ്റ് മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ മറ്റേ കോമ്പോണൻറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് റിമൈൻ ദ സെയിം അല്ലേ? അവിടെ ഒരു ചേഞ്ചും വരാൻ പാടില്ല. ഇവിടെ നോക്കിക്കോളൂ, നമ്മളിവിടെ എന്താണ് ആഡ് ചെയ്ത് കൊടുത്തത്? X കിലോഗ്രാം ഓഫ് കോപ്പർ ആണ് ആഡ് ചെയ്ത് കൊടുത്തത്. കോപ്പറിൻ്റെ വാല്യൂവിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്, പക്ഷേ ടിന്നിൻ്റെ വാല്യൂ എന്താണ്? സെയിം ആണ്. സെയിം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സെയിം ആക്കും. ഇവിടെ സെയിം ആക്കുക എന്നുള്ളൊരു പ്രോസസ്സ് നമുക്കില്ല അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും റേഷ്യോ 5:7 ആണ്. ഇതിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി 12 ആണ്. സോ എനിക്ക് പറയാം 12 = 48, 1 = 4 എന്ന് കിട്ടി. 12 = 48, 1 = 4 എന്ന് കിട്ടി. ഇവിടെ ടിന്നിൻ്റെ വാല്യൂയിൽ നമ്മൾ ഒരു മാറ്റവും ഇല്ല. സോ അതുകൊണ്ട് പ്രത്യേകിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഞാൻ കോപ്പറിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ മൈനസ് ചെയ്യുവാണ്. 6 - 5. 6 - 5 ചെയ്യുമ്പോൾ എനിക്ക് 1 കിട്ടി. ഈ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് 1 = 4 ആണ്. സോ ഞാൻ എത്ര കിലോഗ്രാം ഓഫ് കോപ്പറാണ് ആഡ് ചെയ്ത് കൊടുത്തത്? 4 കിലോഗ്രാം ഓഫ് കോപ്പറാണ്. നമ്മൾ 3 പേരെയും മിക്സ് ചെയ്ത് ആ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്ത സമയത്തും നമുക്ക് ഈ സെയിം ആൻസർ ആണ് കിട്ടിയത്. സോ 2 രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം. 2 രീതിയിൽ ചെയ്താലും നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടും. ക്ലിയർ ആയല്ലോ? യെസ്. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് മോർ ദാൻ 1 മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. മോർ ദാൻ 1 മെത്തേഡിൽ സോൾവ് ചെയ്യാമെന്ന് എനിക്ക് തോന്നണ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ സോൾവ് ചെയ്യണ സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യണ സമയത്ത് മോർ ദാൻ 1 മെത്തേഡിൽ സോൾവ് ചെയ്യാമെന്ന് എനിക്ക് അങ്ങനെ ഐഡിയ കിട്ടണ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ മെത്തേഡ്സും ഞാനിവിടെ ഡിസ്കസ് ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും പല മെത്തേഡ്സ് ആയിരിക്കും കൺവീനിയൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മോർ ദാൻ 1 മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ ഈസി ആയിട്ട് തോന്നണേ, ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് തോന്നണേ, ആ മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. യെസ്. ഓക്കെ. നമുക്കൊരു കോയിൻസിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. നമ്മൾ ഓൾറെഡി ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തതാണ്. കോയിൻസിൻ്റെ പ്രോബ്ലം കമ്പാരിറ്റീവ്ലി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയൊരു പ്രോബ്ലമാണ്. യെസ്. ബാഗ് കണ്ടെയ്ൻസ് ₹1, ₹2 and ₹5 coins in the ratio 19:5:3. When total was calculated, it turned to be ₹880. Find the number of coins of each type. Simple ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. നമ്മുടെ ഈ ഒരു ഇതിൽ നമ്മളിതിന് മുമ്പ് ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് 50 പൈസ, 25 പൈസ, 5 പൈസയൊക്കെ ആയിരുന്നു. ഇവിടെ നമുക്ക് റുപ്പീസിലാണ് തന്നിട്ടുള്ളത്. നമുക്ക് എമൗണ്ടും റുപ്പീസിലാണ് തന്നിട്ടുള്ളത്. സോ പൈസേനെ റുപ്പി ആക്കുക അല്ലെങ്കിൽ റുപ്പീനെ പൈസ ആക്കുക എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലില്ല. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് 1 ആണ്, 1 റുപ്പിയാണ്. 2 2 റുപ്പിയാണ്. മൂന്നാമത്തത് 5 റുപ്പിയാണ്. ഇവന്മാരുടെ കൗണ്ടിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 19 ആണ്, 5 ആണ്, 3 ആണ്. ഓക്കെ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ടോട്ടൽ എമൗണ്ട് ആണ്. ചില പിള്ളേർ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണ സമയത്ത്
അവരെന്ത് ചെയ്യും എന്ന് വെച്ചാൽ നോക്കിക്കോളൂ, ഈ ഒരു 880 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിനെ 19 + 5 + 3 19+, അതായത് ആ ഒരു നമ്പർ ഓഫ് കോയിൻസിൻ്റെ റേഷ്യോയുടെ അതിൻ്റെ സമ്മേഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്യും. അത് റോങ് ആണ്. ഈ നമ്പർ ഓഫ് കോയിൻസിൻ്റെ റേഷ്യോയുടെ നമുക്കറിയാം, റേഷ്യോയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇക്വേറ്റ് ചെയ്യണ സമയത്ത് നമ്മൾ സിമിലർ ആയ സംഭവങ്ങളെയാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അവർ എമൗണ്ട് ആണ് തന്നിട്ടുള്ളത്, ഇവിടെ നമുക്ക് നമ്മുടെ ആക്ച്വൽ എമൗണ്ട് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആ ഒരു എമൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ദ റേഷ്യോയ്ക്ക് അനുസരിച്ചിട്ടുള്ള എമൗണ്ട് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെയാണ് നമ്മൾ ആരുടെ കൂടെ ഇക്വേറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ 880 എന്ന് പറയുന്ന ആ റുപ്പീസിൻ്റെ കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഇൻ കേസ് ഇപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇവിടെ എമൗണ്ടിന് പകരം നമ്പർ ഓഫ് കോയിൻസ് ആണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. ദ ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് അവൈലബിൾ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ നമ്പർ ഓഫ് കോയിൻസ് നമുക്ക് ഇവന്മാരുടെ സമ്മേഷൻ്റെ കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എമൗണ്ട് ആണ്. സോ നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു റേഷ്യോ നമ്മുടെ എമൗണ്ട് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം ഇക്വേറ്റ് ചെയ്യാൻ. റേഷ്യോയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇക്വേറ്റ് ചെയ്യണ സമയത്ത് സിമിലർ ആയ കാര്യങ്ങളാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ എമൗണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്കറിയാം എൻ്റെ കയ്യിൽ 19 കോയിൻസ് ഉണ്ട്. 1 രൂപയുടെ 19 കോയിൻസ് എന്ന് പറയുമ്പോൾ എമൗണ്ട് എന്താണ്? 1 രൂപയുടേത് 19 ആണ്. 2 രൂപയുടെ 5 കോയിൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ 10 ആണ്. 5 രൂപയുടെ 3 കോയിൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ 15 ആണ്. ഇവരുടെ സമ്മേഷൻ എടുത്താൽ എനിക്ക് എമൗണ്ട് വിത്ത് റെസ്പെക്ട് ടു റേഷ്യോ കിട്ടും. 10 + 15 ചെയ്യുമ്പം എനിക്ക് 25 കിട്ടും അല്ലേ? 10 + 15 ചെയ്യുമ്പോൾ 25 കിട്ടും. ഇവിടെ ഒരു 10, ഇവിടെ ഒരു 19 ആണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ 25-ന് കൂടെ 10 ആഡ് ചെയ്താൽ 35 കിട്ടും. അതിൻ്റെ കൂടെ 10 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 45 കിട്ടും. ഇവിടെ 9 ആണ്. സോ ഒരു 1 മൈനസ് ചെയ്താൽ എനിക്ക് കിട്ടണത് എന്താണ്? 44 = 880 എന്ന് കിട്ടി. സോ 1 = എന്താണ്? 20 ആണ്. 1 = 20 ആണ്. സോ എൻ്റെ 1 റുപ്പി എത്രണ്ണം ഉണ്ട്? 1 റുപ്പി 19 × 20 380. ഓക്കെ. 5 × 20 100. അതേപോലെ 3 × 20 60 ആണ്. നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 380 200 60 × 5 അല്ലേ? 300 80 ഇവിടെ 880. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? യെസ്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്ററിൽ. റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്റർ കുറേ പേരെങ്കിലും ഭയങ്കര ടഫായി ഫീൽ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. ഇങ്ങനത്തെ രീതിയിലുള്ള പ്രോബ്ലംസൊക്കെ വരുമ്പം കുറേ പേര് ഭയങ്കര ഒരു കൺഫ്യൂസ്ഡ് ആയി പോവും. അതിൻ്റെ കാരണം ആ കോൺസെപ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ ഇതിനോടകം ഡിസ്കസ് ചെയ്തു. റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ ഇത്രയും ദിവസം നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ബാലികേറാമല ഫീലിംഗ് ഇപ്പോൾ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ റേഷ്യോയുടെ ചാപ്റ്ററിൻ്റെ കാര്യം നമ്മൾ പറയുമ്പം ഇത് നമുക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ബാക്ക് ബോണാണെന്ന് നമുക്ക് പറയാം. ഈ ഒരു ചാപ്റ്റർ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സിൽ നമുക്ക് പ്രോബ്ലം, ഇപ്പോൾ ഏജസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഏജസ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് റേഷ്യോയുടെ ഒരു സ്ട്രോങ് ആയ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ നമ്മുടെ ബാങ്ക് എക്സാമിനേഷനിൽ മെയിൻസ് ആയാലും പ്രിലിംസിലായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ നമുക്ക് പ്രോബബിലിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസൊക്കെ വരാറുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മെയിൻസ് എക്സാമിനേഷനിൽ പ്രോബബിലിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഈ ഒരു ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ നമുക്ക് കാണാൻ പറ്റും. സ്റ്റിൽ നമുക്ക് റേഷ്യോയുടെ ആപ്ലിക്കേഷൻ, ഒരു സ്ട്രോങ് ആയ ആപ്ലിക്കേഷൻ ഏതിലുണ്ട്? ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിലുണ്ട്. നമുക്ക് മെയിൻസിലും റേഷ്യോനെ ബേസ് ചെയ്തിട്ടുള്ള ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ചോദിച്ച് കാണാറുണ്ട്. അതേപോലെ നമ്മുടെ പ്രിലിംസിലും നമ്മളത് ചോദിച്ച് കാണാറുണ്ട്. യെസ്. അപ്പോൾ റേഷ്യോ എന്നുള്ള ഈ ഒരു ചാപ്റ്റർ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് അതേപോലെ ടൈം ഡിസ്റ്റൻസ്, അതേപോലെ വർക്ക് ആൻഡ് ടൈം, ഇങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സിൽ, അതുപോലെ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ്, അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കണം. ശരിക്കും പറഞ്ഞാൽ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസിൻ്റെ ആ ഒരു ലോജിക്ക് യൂസ് ചെയ്ത് ആ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യും, ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ആ ക്വസ്റ്റ്യൻസിന് റേഷ്യോ മെത്തേഡ്സ് യൂസ് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് വി ഫൈൻഡ് ഇറ്റ് വെരി ഈസി. നമുക്കത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് തോന്നും. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കോയിൻസിൻ്റെ തന്നെ നോക്കാം. ഇഫ് 378 coins consist
of rupees 1 50 paise and 28 paise whose values are in the ratio of 13:11:7. The number of 50 paise coins will be. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ കയ്യിൽ 3 കോയിൻസ് ആണുള്ളത്. ഒന്ന് 1 റുപ്പിയുടെ കോയിനാണ്, ഒന്ന് 50 പൈസയുടെ കോയിനാണ്, ഒന്ന് 25 പൈസയുടെ കോയിനാണ്. ഓക്കെ, ഇതുവരെ നമുക്ക് തന്നുകൊണ്ടിരുന്നത് ടോട്ടൽ എമൗണ്ട് നമുക്ക് തന്നായിരുന്നു, എന്നിട്ട് നമ്പർ ഓഫ് കോയിൻസിൻ്റെ ആ കൗണ്ടിൻ്റെ റേഷ്യോ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ നേരെ തിരിച്ചാൽ നമ്പർ ഓഫ് കോയിൻസിൻ്റെ ആക്ച്വൽ കൗണ്ട് അവർ നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ റേഷ്യോ തന്നിട്ടുള്ളത് നമ്പർ ഓഫ് കോയിൻസിൻ്റെ വാല്യൂ അല്ല. ഐ മീൻ നമ്പർ ഓഫ് കോയിൻസിൻ്റെ ആ ഒരു കൗണ്ടിൻ്റെ റേഷ്യോ അല്ല, ആ ഓരോരുത്തരുടെയും വാല്യൂ ആണ് തന്നിട്ടുള്ളത്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം എൻ്റെ കയ്യിൽ 3 കോയിൻസ് ഉണ്ട്. 1 റുപ്പിയാണ്, 50 പൈസയാണ്, 25 പൈസയാണ് അല്ലേ? യെസ്, 1 റുപ്പി. അപ്പോൾ ഇവർ 3 പേരും കൂടെ, ഇപ്പോൾ ഇതിപ്പോൾ ഒരു എക്സ് എന്താണ്, എൻ്റെ ഒരു 1 റുപ്പിയുടെ എക്സ് കോയിൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. 1 റുപ്പിയുടെ എക്സ് കോയിൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. 50 പൈസയുടെ വൈ കോയിൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. 25 പൈസയുടെ സെഡ് കോയിൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് അവർ തന്നിട്ടുള്ളത് 1 ഇൻറ്റു എക്സ് 13, 50 ഇൻറ്റു വൈ 11, 25 ഇൻറ്റു സെഡ് ആ വാല്യൂ ആണ് എനിക്ക് തന്നിട്ടുള്ളത്. സോറി, ഇവിടെ എന്ത് കിട്ടും? 7. അതായത് 1 ഇൻറ്റു എക്സ്, എക്സിൻ്റെ വാല്യൂ 13 ആണ്. അതേപോലെ 50 ഇൻറ്റു വൈ, അതിൻ്റെ വാല്യൂ 11 ആണ്. 25 ഇൻറ്റു സെഡ്, അതിൻ്റെ വാല്യൂ 7 ആണ്. അതിൻ്റെ റേഷ്യോ ആണ് അവരെനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ഇക്വേറ്റ് ചെയ്യും? അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് നമ്പർ ഓഫ് കോയിൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം, നോക്കിക്കോളൂ, ഇതാണ് നമുക്ക് എങ്ങനെ പറയാം, വാല്യൂ ഓഫ് ഈച്ച് കോയിൻസ്. ഇത് നമ്പർ ഓഫ് കോയിൻസ്. ഇതെന്താണ്? ടോട്ടൽ വാല്യൂ ഓഫ് കോയിൻസ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ 1 റുപ്പി അതെന്താണ്? വാല്യൂ ഓഫ് ഈച്ച് കോയിനാണ്. ഓരോ കോയിൻ്റെയും വാല്യൂ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് കോയിൻസ് തന്നിട്ടുണ്ട്, ഇതിൻ്റെ ടോട്ടൽ വാല്യൂ ഓഫ് കോയിൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിവിടെ നമ്പർ ഓഫ് കോയിൻസുമായിട്ടാണ് ഇക്വേറ്റ് ചെയ്യാനുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് നമ്പർ ഓഫ് കോയിൻസുമായിട്ടാണ് ഇക്വേറ്റ് ചെയ്യാനുള്ളത്. സോ ഞാൻ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ചാൽ റുപ്പീസിനെ ഞാൻ പൈസയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ ഈ റുപ്പീനെ ഞാൻ 100 പൈസ എന്ന് എഴുതാൻ പോവാണ്. ഈ റുപ്പീനെ ഞാൻ 100 പൈസ എന്ന് ഞാൻ എഴുതാൻ പോവാണ്. എന്നിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. നോക്കിക്കോളൂ, ഇവിടെ എനിക്ക് ഇവിടെ 100 പൈസ ഇൻറ്റു എക്സ് ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്? 13 എന്ന് കിട്ടിയത്. എനിക്ക് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? 13/100 എന്ന് ചെയ്യാം അല്ലേ? 13/100 എന്ന് ചെയ്യാം. സിമിലർലി ഇവിടെ നോക്കിക്കോളൂ, 50 പൈസ ഇൻറ്റു വൈ ചെയ്യുമ്പോഴാണ് എനിക്ക് 11 കിട്ടിയത്. സോ വൈ ഈസ് ഈക്വൽ ടു 11/50 എന്ന് എനിക്ക് പറയാം. ഇവിടെ അതേപോലെ 25 പൈസ ഇൻറ്റു സെഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് 7 കിട്ടിയത്. സോ സെഡ് ഈസ് ഈക്വൽ ടു 7/25. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും ഇൻഡിവിജ്വൽ വാല്യൂസ് എനിക്ക് കിട്ടി വിത്ത് റെസ്പെക്ട് ടു ദ റേഷ്യോ. തന്നിട്ടുള്ള റേഷ്യോനനുസരിച്ചിട്ട് എൻ്റെ ഈ ഒരു എക്സ് ഓരോരോ കോയിൻ്റെയും കൗണ്ടിൻ്റെ ഇൻഡിവിജ്വൽ വാല്യൂസ് എനിക്ക് കിട്ടി. ഇവരുടെ സമ്മേഷൻ, ഇവരുടെ ടോട്ടൽ കണ്ടുപിടിച്ചാൽ എനിക്ക് ആരുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും? 378 എന്ന് പറയുന്ന നമ്പർ ഓഫ് കോയിൻസുമായിട്ട് എനിക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. 13/100 പ്ലസ് 11/50, 13/100 പ്ലസ് 11/50 പ്ലസ് 7/25 ഇസ് ഈക്വൽ ടു 378 അല്ലേ? യെസ്, ഞാൻ തൽക്കാലം ഈ ക്വസ്റ്റ്യൻ മായ്ക്കാം. നമ്മളോട് അവർ ചോദിച്ചത് 50 പൈസയുടെ ആയിരിക്കും, നമുക്ക് എല്ലാത്തിൻ്റെയും കണ്ടുപിടിക്കാം.
അപ്പോൾ ഇവർ ആഡ് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, നമുക്ക് ഫ്രാക്ഷൻ്റെ അഡീഷൻ ആണ്. ഫ്രാക്ഷൻ്റെ കാര്യം വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അല്ലേ. സിംപ്ലിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ബേസിക് മാത്സ് നമ്മൾ ഒരു കാൽക്കുലേഷന് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് മാത്സും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദോസ് സെഷൻസ്. അപ്പോൾ ഞാനിവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ പോവാണ്. സെയിം ആക്കുമ്പോൾ എനിക്ക് 13/100 കിട്ടും. ഇവിടെ എനിക്ക് 22/100 കിട്ടും. ഇവിടെ എനിക്ക് 28/100 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 378. അപ്പോൾ ഡിനോമിനേറ്റർ ഇപ്പോൾ സെയിം ആയി. നമുക്ക് ഇവരെ 3 പേരെ ആഡ് ചെയ്യാം. 13 + 22 + 28 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 378. ഞാൻ ഈ 100നെ അങ്ങോട്ട് കൊണ്ടുപോവാണേ. അപ്പോൾ എനിക്കിവിടെ എന്ത് കിട്ടും? 378 × 100 എന്ന് കിട്ടും. ഇവരെ ആഡ് ചെയ്യുമ്പം 20 + 20 40 ആണ്. 40 + 10 50. അഗെയിൻ 2 + 8 10 അപ്പോൾ 60 ആയി. 63 ഈസ് ഈക്വൽ ടു 378 × 10. നമുക്ക് 63യുടെ ടേബിൾ അറിയാൻ പാടില്ല. നമുക്ക് 63യുടെ ടേബിൾ അറിയാൻ പാടില്ല. രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു എന്താ പറയുക പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നോക്കിക്കോളൂ, ഇവിടെ ഈ 63 എന്ന് പറയുന്ന ആൾ 7 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഈ 63 എന്ന് പറയുന്ന ആൾ 7 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഈ നമ്പറും 7 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇത് 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഈ നമ്പറും 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഞാൻ തൽക്കാലം ആദ്യം 9 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കാം. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇവിടെ എനിക്ക് എന്ത് കിട്ടും? 7 കിട്ടും. ഇവിടെ ഞാൻ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 4 കിട്ടും. എനിക്ക് 42 എന്ന് കിട്ടി. 42 എന്ന് പറയുന്ന നമ്പർ 7 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ എനിക്ക് 1 ഈസ് ഈക്വൽ ടു 6 × 100 എന്ന് കിട്ടി. ഐദർ യു ക്യാൻ സോൾവ് ബൈ ദിസ് മെത്തേഡ് or else you can follow ones place comparison method. നോക്കിക്കോളൂ, ഇവിടെ 63 ആണ്, ഇവിടെ 370. ഇവിടെ ഇപ്പോൾ നമുക്ക് രണ്ട് പ്രാവശ്യം ഡിവൈഡ് ചെയ്തപ്പോഴേക്കും നമുക്ക് ക്യാൻസലായി പോയി. പക്ഷേ ചില സമയത്ത് നമുക്ക് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ നമ്മൾ ക്യാൻസലാക്കി നോക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു ലെങ്തി പ്രോസസ്സ് ആയിരിക്കും അത്. സോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു ബെസ്റ്റായ ഒരു അപ്രോച്ചാണ് വൺസ് പ്ലേസ് കമ്പാരിസൺ മെത്തേഡ്. നമ്മൾ ഓൾറെഡി ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇവിടെ വൺസ് പ്ലേസ് 6 ആണ്, ഇവിടെ വൺസ് പ്ലേസ് 8 ആണ്. വൺസ് പ്ലേസ് 3 ആണ് ഇവിടെ 63-ൽ, അവിടെ വൺസ് പ്ലേസ് 8 ആണ്. നമ്മൾ 3യുടെ കാര്യം പറയുമ്പോൾ 1 to 10-ൽ നമ്മൾ 3യുടെ കൂടെ ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമുക്ക് 8 കിട്ടുന്നത്? ഒന്ന് 6 ആണ്. ഒരാൾ 6 ആണ്. 3 × 6 ചെയ്യുമ്പം എനിക്ക് 18 ആണ് കിട്ടുന്നത്. വേറെ ഒന്നും അങ്ങനെ കിട്ടണില്ല എന്ന് തോന്നുന്നു അല്ലേ. 1 × 3, 2 × 3, 3 3s are 9, 4 12 ആണ്, 5 6, 7 ചെയ്യുമ്പോൾ 21, 8 24. ഇല്ല, വേറെ ഒന്നും കിട്ടണില്ല. സോ അതുകൊണ്ട് ഞാൻ 63-നെ ഞാൻ 6 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാൻ പോകുന്നു. ഇൻ കേസ് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? 16 കൊണ്ട് ചെയ്ത് നോക്കും. അതും കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? 26 കൊണ്ട് ചെയ്യും. അപ്പോൾ 3 × 6 18 ആണ്, ബാലൻസ് 1. 6 × 6 എന്താണ്? 36 ആണ്, +1 378 കറക്റ്റായിട്ട് കിട്ടി. 6 × 100. ക്ലിയർ ആയല്ലോ? ഇനി ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണതിന് പകരം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 63-നെ 60 + 3 എന്ന് ഡിവൈഡ് ചെയ്യാം. 60 × 6 ചെയ്യുമ്പോൾ നമുക്ക് 360 കിട്ടും. 363 × 6 18 ആണ്. രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ ഈസി ആയിട്ട് ഫീൽ ചെയ്യണേ, ഏതിലാണോ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റണേ, യു ക്യാൻ ഫോളോ ദാറ്റ് മെത്തേഡ്. ഓക്കെ, യെസ്. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടി 600. സോ 1 ഈസ് ഈക്വൽ ടു 600 എന്ന് കിട്ടി. ഇനി ഇവരെ നമ്മൾ എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ഈ ഓരോ വാല്യൂവിലും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ ഓരോ വാല്യൂവിലും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓരോ കോയിൻസിൻ്റെയും എണ്ണം കിട്ടും. ഓരോ കോയിൻസിൻ്റെയും എണ്ണം കിട്ടും. 13/100 × 600. 13 × 6 ചെയ്യുമ്പം 78 ആണ്. 1 റുപ്പിയുടെ നമ്പർ ഓഫ് കോയിൻസ് എന്താണ്? 78 ആണ്. ഇവിടെ 11/50 × 600. 11/50 × 600 നമുക്ക് 11 × 12 എന്നാണ് കിട്ടുക. 132. നമ്പർ ഓഫ് 50 പൈസയുടെ കോയിൻസ് എത്രയാണ്? 132. അതേപോലെ നമ്മൾ 25-ൻ്റെ കാര്യം പറയുമ്പോൾ 7/25 × 600. ഇവിടെ നമുക്ക് 24 എന്ന് കിട്ടും. 24 × 7. 24 × 7 7 × 12 × 2 എന്ന് എഴുതാം. 12 × 14 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. 12 × 10 120 ആണ്. 12 × 4 ചെയ്യുമ്പോൾ നമുക്ക് 48 കിട്ടും. ദറ്റ് ഈസ് ഈക്വൽ ടു 168. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ നോക്കിക്കോളൂ,
25 അല്ല, 24 into 5 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 24 into 5 ചെയ്യുമ്പോൾ നമുക്ക് 120 കിട്ടും. ഇവിടെ ഒരു 2 ആണ്, 2 ബാലൻസ് ഉണ്ട് അല്ലേ, 7ൽ 5 പോയ ഒരു 2 ബാലൻസ് ഉണ്ട്. 24 into 2 ചെയ്യുമ്പോൾ 48 കിട്ടും. അതിൻ്റെ സമ്മേഷൻ എന്താണ്? 160. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൾട്ടിപ്ലൈയും ചെയ്യാം. ഇല്ലെങ്കിൽ 24 into 10 ചെയ്യുമ്പോൾ നമുക്ക് 240 കിട്ടും. 24 into 10 ചെയ്യുമ്പോൾ നമുക്ക് 240 കിട്ടും. അതിൽ നിന്ന് നമുക്ക് 3 മൈനസ് ചെയ്യാം അല്ലേ, 3 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 24 into 7 എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 24 into 3 എന്ന് പറയുന്നത് 72 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 8 കിട്ടും. ഇവിടെ 13 നിന്ന് പോകുമ്പോൾ നമുക്ക് ഇവിടെ 160. അപ്പോഴും നമുക്ക് സെയിം ആൻസറാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ നമുക്ക് 3 പേരുടെയും നമ്പർ ഓഫ് കോയിൻസ് നമുക്ക് കിട്ടി. 3 പേരുടെയും നമ്പർ ഓഫ് കോയിൻസ് കിട്ടി. ചിലരിവിടെ വിചാരിച്ചിട്ടുണ്ടാവും ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ പൈസ, അതായത് റുപ്പീസിനെ പൈസയാക്കിയത്. കാരണം ഇവിടെ നമുക്ക് നമ്പർ ഓഫ് കോയിൻസ് ആണ് അവർ തന്നിട്ടുള്ളത്. നമ്പർ ഓഫ് കോയിൻസുമായിട്ടാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റുപ്പീസിനെ പൈസയാക്കിയത്. ഇൻ കേസ് നമുക്ക് നമ്പർ ഓഫ് കോയിൻസിന് പകരം വാല്യൂ ആണ് തന്നിട്ടുള്ളതെങ്കിൽ റുപ്പീസിനെ പൈസയാക്കിയാലും പൈസേനെ റുപ്പി ആക്കിയാലും നമുക്ക് യാതൊരു കുഴപ്പമില്ല. ക്ലിയർ ആയല്ലോ? യെസ്. ഇവിടെ നമ്പർ ഓഫ് കോയിൻസ് ആകുമ്പം നമ്മുടെ കാൽക്കുലേഷൻസ് ഈസി ആയി കറക്റ്റ് ആവണമെങ്കിൽ നമുക്ക് റുപ്പീസിനെ പൈസയാക്കുമ്പോഴാണ് സുഖം. യെസ്. Mukesh has some coins of 25 paise, 30 paise and 40 paise in such a way that the number of 25 paise coins is half of the number of 40 paise coins and 66 2/3% of 30 paise coins. If the difference between the total money received from 30 paise coins and 25 paise coins is ₹20. Find the total number of 40 paise coins. ഓക്കെ, ഇതൊരു കോയിൻസിൻ്റെ പ്രോബ്ലം ആണ്. നമുക്ക് നോക്കാം. മുകേഷിൻ്റെ കയ്യിൽ എന്തുണ്ട്? മുകേഷിൻ്റെ കയ്യിൽ കുറച്ച് 25 paise കോയിൻസ് ഉണ്ട്.
കുറച്ച് 30 പൈസ കോയിൻസ് ഉണ്ട്, കുറച്ച് 40 പൈസ കോയിൻസ് ഉണ്ട് അല്ലേ. 30 പൈസ 25 എന്ന് ആദ്യം എഴുതാം. 25 പൈസ, 30 പൈസ, 40 പൈസ. ഇൻ സച്ച് എ വേ ദാറ്റ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ അവർ റേഷ്യോ തന്നിട്ടുണ്ടായിരുന്ന സമയത്ത് അവരെങ്ങനെയാണ് തന്നത്? 3 പേരെയും കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള റേഷ്യോ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ 3 പേരെയും കണക്ട് ചെയ്യുന്ന റേഷ്യോ അല്ല, 2 അറ്റ് എ ടൈം 2 പേരെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. നമ്പർ ഓഫ് 25 പൈസ കോയിൻസ് എന്ന് പറയുന്നത് 40 പൈസ കോയിൻസിൻ്റെ ഹാഫ് ദ നമ്പറാണ്. എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കണേ? 25 പൈസ ഈസ് ടു 40 പൈസ, 25 പൈസ ഈസ് ടു 40 പൈസ എന്ന് പറഞ്ഞാൽ 40 പൈസ 2 ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ആയിരിക്കും എന്ത്? 25 പൈസയുടെ കൗണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി ഈ 25 പൈസയുടെ എണ്ണം നമ്മുടെ 30 പൈസയുടെ കൗണ്ടിൻ്റെ 66 2/3% ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 60 ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴായാലും നിങ്ങൾക്കൊരു പെർസെൻറ്റേജ് വാല്യൂ തന്നാൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനെ നമ്മൾ ഫ്രാക്ഷൻ വാല്യൂയിലേക്ക് മാറ്റും അല്ലേ. ഒരു പെർസെൻറ്റേജ് വാല്യൂ തന്നാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ ഫ്രാക്ഷൻ വാല്യൂയിലേക്ക് നമ്മൾ മാറ്റും. ഫ്രാക്ഷൻ വാല്യൂയിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫർദർ കാൽക്കുലേഷൻസ് നമ്മൾ ചെയ്യണം. അപ്പോൾ 66 2/3 എന്ന് പറയുന്ന ഈ ഒരു പെർസെൻറ്റേജിൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എന്താണ്? 2/3 ആണ് അല്ലേ. എങ്ങനെയാണ് കിട്ടിയത്? 66 2/3 എന്ന് പറയുന്നത് 33 1/3യുടെ ഡബിൾ ആണ്. 33 1/3 × 2 ചെയ്യുമ്പോഴാണ് നമുക്ക് 66 2/3 കിട്ടുന്നത്. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ. 33 1/3നെ എങ്ങനെ എഴുതാം? 33 + 1/3 നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 2 കൊണ്ട് ചെയ്യുമ്പോൾ 66 + 2/3 എന്ന് കിട്ടും. അതിനെ നമുക്ക് 66 2/3 എന്ന് എഴുതാൻ പറ്റും. ഇതൊക്കെ നമ്മൾ എവിടെയാണ് ഡിസ്കസ് ചെയ്തത്? പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻ എന്നുള്ള ആ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ യെസ് 33 1/3 കൊണ്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 66 2/3 കിട്ടണേ. 33 1/3യുടെ ഫ്രാക്ഷൻ എന്താണ്? 1/3 ആണ്. സോ ആ ഫ്രാക്ഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2/3 കിട്ടും. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫ്രാക്ഷൻ വാല്യൂസിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ ഡിസ്കസ് ചെയ്തതാണ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ഗോ ആൻഡ് വാച്ച് ദോസ് സെഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ 2/3 ആണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പെർസെൻറ്റേജ് വാല്യൂസ് തരുമ്പോൾ 3 പോസിബിലിറ്റി ആണ്. 3 രീതിയിലായിരിക്കും അവരവിടെ ക്വസ്റ്റ്യൻസ് പറയാം. അവിടെ അവർ സ്റ്റേറ്റ്മെൻറ്റ്സ് തരിക. ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മറ്റേതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും എന്ന് തന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മറ്റേതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് കൂടുതലാണെന്ന് തന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ മൂന്നാമത്തെ കേസാണ് ഇത്ര പെർസെൻറ്റേജ് കുറവാണ്. അപ്പോൾ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ഇത്ര പെർസെൻറ്റേജിന് ഈക്വൽ ആണെന്നാണ് തന്നിട്ടുള്ളത്. ഇത്ര പെർസെൻറ്റേജിന് ഈക്വൽ ആണെങ്കിൽ നമ്മൾ ആരുടെ കൂടെയാണോ ആ വാല്യൂ കമ്പയർ ചെയ്യുന്നത് അതാണ് നമ്മുടെ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ. എപ്പോഴും 3 കേസിലും അങ്ങനെയാണ്. പെർസെൻറ്റേജിൻ്റെ ഈ 3 കേസിലും നമ്മുടെ ഡിനോമിനേറ്റർ വാല്യൂ എന്ന് പറയുന്നത് ആരുടെ കൂടെയാണോ നമ്മൾ കമ്പയർ ചെയ്യണേ അയാളാണ് വന്നത്. ന്യൂമറേറ്ററിൻ്റെ വാല്യൂവിലായിരിക്കും വേരിയേഷൻസ് വന്നത്. ഇത്ര ശതമാനമാണ്, ഇത്ര പെർസെൻറ്റേജ് ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ പർട്ടിക്കുലർ ഫ്രാക്ഷനിലുള്ള ന്യൂമറേറ്റർ എന്താണോ അത് തന്നെ ആയിരിക്കും നമ്മൾ ഏതാളെക്കുറിച്ചാണോ നമ്മൾ അവിടെ സംസാരിക്കണേ അതിൻ്റെ വാല്യൂ. സേ ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്നത് ബിയുടെ 66 2/3% ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന ആൾ 3യും അതേപോലെ എ എന്ന് പറയുന്ന ആൾ 2വും അതിൻ്റെ റേഷ്യോ അങ്ങനെയാണ് വരിക. ഇനി ഇത്ര പെർസെൻറ്റേജ് കൂടുതലാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ന്യൂമറേറ്റർ അതായത് എ എന്ന് പറയുന്ന ആൾ 2 + 3 എന്നാവും. ഇനി ഇത്ര പെർസെൻറ്റേജ് കുറവാണെന്ന് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ന്യൂമറേറ്റർ 3 - 2 ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ എന്നാവും. ഓൾറെഡി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ പല ചാപ്റ്റേഴ്സിൽ എനിക്ക് തോന്നുന്നു റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. യെസ്. അപ്പോൾ ഇവിടെ 25 പൈസേനെയും അതേപോലെ 30 പൈസേനെയും കണക്ട് ചെയ്തിട്ടാണ്. 30 പൈസ 3 ആണെങ്കിൽ 25 പൈസ 2 ആണ്. ഇവിടെ നമ്മളോട് നമുക്കവർ തന്നിട്ടുള്ളത് 25 പൈസയും 30 പൈസയുടെയും ആ ഒരു ടോട്ടൽ എമൗണ്ട് അല്ലേ, ആ ടോട്ടൽ എമൗണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 20 റുപ്പീസാണ്. അങ്ങനെയെങ്കിൽ 40 പൈസയുടെ എണ്ണം എത്രയാണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് 25ഉം 30യും കണക്ട് ചെയ്യുന്ന റിലേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. 25ഉം 30യും കണക്ട് ചെയ്യുന്ന റിലേഷനാണ് തന്നിട്ടുള്ളത്. സോ അത് വെച്ച് നമുക്ക് 40 പൈസയുടെ ആ ഒരു എന്താ പറയുക അതിൻ്റെ കൗണ്ട് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ 2 രീതിയിൽ നമുക്ക് ചെയ്യാം.
ഒന്ന് നോക്കിക്കോളൂ. ഒന്ന് നമുക്ക് കമ്പൈനിങ് ദ റേഷ്യോസ് അല്ലെ, റേഷ്യോസ് കമ്പൈൻ ചെയ്യുന്ന ആ ഒരു ലോജിക്ക് അപ്ലൈ ചെയ്ത് 3 റേഷ്യോസിനെ 3 പേരുടെ ആ വാല്യൂസിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ 25നെയും 30 പൈസനെയും കണക്ട് ചെയ്യുന്നതാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ അത് ആ ഒരു റേഷ്യോ വെച്ച് ഞാൻ വാല്യൂ, അതായത് 2:3 എന്നുള്ളതിൻ്റെ വാല്യൂ എന്താണെന്ന് ഞാൻ ആ ഒരു വാല്യൂ, അതായത് നമ്മുടെ 25 പൈസയുടെ കൗണ്ട് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇവിടെ നമ്പർ ഓഫ് കോയിൻസ് ആണോ തന്നിട്ടുള്ളത്? യെസ്, ആ 25 പൈസയുടെ നമ്പർ ഓഫ് കോയിൻസ് എത്രയാണ്, ആ കൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിച്ച് ആ വാല്യൂ ഈ റേഷ്യോയിൽ അപ്ലൈ ചെയ്ത് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. രണ്ട് മെത്തേഡും ഞാൻ ചെയ്ത് കാണിക്കാം. ആദ്യം ഞാൻ കമ്പൈനിങ് റേഷ്യോസ് പറയാം. ഇവിടെ നോക്കിക്കോളൂ, 2 റേഷ്യോസ് നമ്മൾ കമ്പൈൻ ചെയ്യണ സമയത്ത് കോമൺ ആയിട്ട് അതിനെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരിക്കണം. ഇവിടെ ഉണ്ട്, ആരാണുള്ള 25 പൈസ നമുക്കുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ 25 പൈസ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? രണ്ടാമത്തെ കണ്ടീഷൻ ആ കോമൺ ആയിട്ടുള്ള ആ സംഭവത്തിൻ്റെ വാല്യൂ സെയിം ആയിരിക്കണം. ഇവിടെ 2 ആണ്, അവിടെ 1 ആണ്. സോ ഞാൻ 2 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2 കിട്ടും, ഇവിടെ 3 കിട്ടും, ഇവിടെ എനിക്ക് എന്ത് കിട്ടി? 4 കിട്ടി. 2:3:4 ആണ് എന്ത്? എൻ്റെ നമ്പർ ഓഫ് കോയിൻസിൻ്റെ റേഷ്യോ. ഇനി നോക്കിക്കോളൂ, ഇനി എനിക്ക് 30 പൈസയുടെയും 25 പൈസയുടെയും എമൗണ്ടിൻ്റെ ഡിഫറൻസ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും വിത്ത് റെസ്പെക്ട് ടു റേഷ്യോ. അതിന് ഞാൻ ആരുടെ കൂടെ ഇക്വേറ്റ് ചെയ്യും? ആക്ച്വൽ വാല്യൂയുടെ കൂടെ ഞാൻ ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ നോക്കിക്കോളൂ, 3 × 30 പൈസ മൈനസ് 2 × 25 പൈസ. ഇവിടെ നമുക്ക് എമൗണ്ട് റുപ്പീസിലാണ് തന്നിട്ടുള്ളത്. ഞാൻ തൽക്കാലം അതിനെ പൈസയിലേക്ക് മാറ്റുവാണ്. റുപ്പീസ് പൈസയിലേക്ക് മാറ്റുമ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 3 × 30 പൈസ, ഇവിടെ 2000 പൈസയാണ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 900 പൈസ കിട്ടും. ഇവിടെ നമുക്ക് 900 അല്ല, 90 പൈസ കിട്ടും. ഇവിടെ നമുക്ക് 50 പൈസ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2000 പൈസ. അപ്പോൾ ഇവിടെ നമ്മൾ 90ന്ന് 50 പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടാൻ പോണത് 40 പൈസയാണ്. 40 പൈസ ഈസ് ഈക്വൽ ടു 2000 പൈസ. ഈ സീറോയും ക്യാൻസൽ ആവും. 1 ഇസ് ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ 4 നമുക്ക് കിട്ടി. നമുക്ക് എന്താണ് കിട്ടിയത്? 50. ഈ പൈസയും ക്യാൻസൽ ആവും. രണ്ട് സ്ഥലത്തും പൈസ ഉണ്ട്, അതും ക്യാൻസൽ ആവും അല്ലേ? യെസ്, 1 ഇസ് ഈക്വൽ ടു നമുക്ക് 50 എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? സോ 1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഈ ഇക്വേഷനിൽ, അതായത് ഈ റേഷ്യോയിൽ നമുക്ക് ആരുടെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഇതിൽ നമ്മൾ 2 × 50 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100. 2 × 50 ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടും. 3 × 50 ചെയ്യുമ്പോൾ നമുക്ക് 150 കിട്ടും. 4 × 50 ചെയ്യുമ്പോൾ നമുക്ക് 200 കിട്ടും. 40 പൈസയുടെ എണ്ണം 200 ആണ്. അതേപോലെ 30 പൈസയുടെ 150 ആണ്. 25 പൈസയുടെ 100 ആണ്. ശരിയാണോ എന്നറിയാൻ നിങ്ങളൊന്ന് മൈനസ് ചെയ്ത് നോക്കിക്കോളൂ. 150 × 30 150 × 30 മൈനസ് 25 × 100. 150 × 30 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 4500. 25 × 100 ചെയ്യുമ്പോൾ നമുക്ക് 2500 കിട്ടും. മൈനസ് ചെയ്യുമ്പോൾ 2000 പൈസ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 റുപ്പീസ്. സെയിം ആൻസർ ആണ് നമുക്ക് കിട്ടിയത്. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് 40 പൈസയുടെ കൗണ്ടാണ്. എത്രയാണ്? 200 ആണ്. സോ ഇതാണ് ഒരു മെത്തേഡ്. ഇതാണ് ഒരു ബെസ്റ്റായ ഒരു അപ്രോച്ച്. ഇനി അതല്ല, ഇപ്പം നിങ്ങൾക്ക് ഈ റേഷ്യോ കമ്പൈൻ ചെയ്യാനൊന്നും നിങ്ങൾക്ക് അറിയാൻ പാടില്ല, അല്ലെങ്കിൽ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. സോ അങ്ങനെയെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? നോക്കിക്കോളൂ, ഈ ക്വസ്റ്റ്യൻ ഞാൻ മാറ്റാം. അപ്പം എനിക്കിവിടെ ആരുടെ ഡിഫറൻസ് ആണ് തന്നിട്ടുള്ളത്? 25 പൈസയുടെയും 30 പൈസയുടെയും ഡിഫറൻസ് ആണ് തന്നിട്ടുള്ളത്. സോ ഞാൻ ഈ 2 റേഷ്യോ മാത്രം ആദ്യം കൺസിഡർ ചെയ്യുവാണ്. നോക്കിക്കോളൂ, 25 പൈസയുടെ നമുക്ക് നോക്കാം. 30 × 3 നോക്കിക്കോളൂ. 30 × 3 മൈനസ് 30 പൈസ × 3 മൈനസ് 25 പൈസ × 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2000 പൈസ എന്ന് കിട്ടും. 2000 പൈസ. എല്ലാ വാല്യൂസിലും പൈസ ഉള്ളത് കൊണ്ട് അത് ക്യാൻസൽ ആയിപ്പോകും. 30 × 3 ചെയ്യുമ്പോൾ നമുക്ക് 90 കിട്ടും. 90 മൈനസ് 50 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2000 എന്ന് കിട്ടി. 40 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 40 ഇസ് ഈക്വൽ ടു 2000. സോ 1 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 50 എന്ന് കിട്ടി. 1 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 50 എന്ന് കിട്ടി. ഓക്കെ. ഇനി ചില
നേരെ എന്താ വിചാരിക്കുക എന്ന് വെച്ചാൽ 1 = 50 എന്ന് കിട്ടി. ഇവിടുത്തെ റേഷ്യോ എന്താണ്? ഇവിടെ 25യുടെ വാല്യൂ 1 ആണ്. സോ ഈ 1 = 50 ആണ്. സോ 40 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡബിൾ ആണ്. സോ 100. നിങ്ങളുടെ ഓപ്ഷൻസിൽ എന്താ പറയുക, നമ്മൾ 100 എന്നുള്ളൊരു വാല്യൂവും നമുക്ക് കാണാൻ പറ്റും. സോ അപ്പോൾ എന്താവും, ഓപ്ഷൻസിൽ അതുണ്ട്, അപ്പോൾ അത് ടിക്ക് ചെയ്തിട്ട് പോകും. പക്ഷേ ആൻസർ അങ്ങനെയല്ല. നോക്കിക്കോളൂ, 1 = 50 എന്ന് കിട്ടിയത് ഈ റേഷ്യോനല്ല, 25:40 എന്നുള്ള ഈ റേഷ്യോനല്ല. പക്ഷെ 1:50 എന്ന് കിട്ടിയത് ഏത് റേഷ്യോനാണ്? ഈ റേഷ്യോനാണ്. ഇവിടെ 1 ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമുക്ക് 1 = 50 എന്ന് കിട്ടിയപ്പം അത് ഈ 3 വാല്യൂസിനെയും ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ 1 = 50 എന്ന് കിട്ടിയത് ഈ ഒരു പർട്ടിക്കുലർ റേഷ്യോനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ റേഷ്യോനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് കാണണം? 25 പൈസയുടെ കൗണ്ട് നമ്മൾ കാണണം. ഇപ്പോൾ ഈ ഒരു റേഷ്യോനെ ബേസ് ചെയ്തിട്ടുള്ള 25 പൈസയുടെ കൗണ്ട് എന്താണ്? 2 × 50 = നമുക്ക് 100 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? 30 പൈസയുടെ കൗണ്ട് എന്താണ്? 3 × 50 = നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 150 എന്ന് കിട്ടും. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. 40 പൈസയുടെ കൗണ്ട് എത്രയാണോ അതിൻ്റെ ഹാഫ് ആണ് നമ്മുടെ നമ്പർ ഓഫ് 25 പൈസ അല്ലേ? അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് 25 പൈസ 100 ആണ്. അപ്പോൾ 40 പൈസ എന്തായിരിക്കും? അതിൻ്റെ ഡബിൾ ആയിരിക്കും. സോ 40 പൈസയുടെ കൗണ്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്? 40 പൈസയുടെ കൗണ്ട് നമുക്ക് 200 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? തൊട്ട് മുമ്പ് ചെയ്തപ്പോഴും നമുക്ക് ഈ ആൻസർ ആണ് കിട്ടിയത്. 50 × 200, 50 × 3 150, 50 × 4 200. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഏതെങ്കിലും ഒരു റേഷ്യോ മാത്രം, രണ്ടുപേരുടെ റേഷ്യോ കൺസിഡർ ചെയ്ത് വാല്യൂ സോൾവ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ആക്ച്വൽ വാല്യൂസ് നിങ്ങൾ കണ്ടുപിടിക്കണം. ആരുമായിട്ടാണോ നിങ്ങൾ കമ്പയർ ചെയ്യണേ അതിൻ്റെ ആക്ച്വൽ വാല്യൂസ് കണ്ടുപിടിച്ചിട്ടേ മറ്റേതിൻ്റെ വാല്യൂ കാണാവുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 40 പൈസയുടെ നമ്പർ ഓഫ് കോയിൻസ് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ഒരു റേഷ്യോ കമ്പൈനിങ് ദ റേഷ്യോ എന്നുള്ള ആ ഒരു ലോജിക് അപ്ലൈ ചെയ്താൽ നമുക്കൊരു സ്റ്റെപ്പ് കുറയ്ക്കാം. ഇല്ലെങ്കിൽ ഇവിടെ 2 കാൽക്കുലേഷൻസ് ഉണ്ടാവും. കാരണം ഈ ഒരു റേഷ്യോയ്ക്ക് അനുസരിച്ച് നമ്പർ ഓഫ് 25 പൈസയുടെ കോയിൻസും നമുക്ക് കണ്ടുപിടിക്കാനുണ്ടാവും. ആ വാല്യൂ ഈ റേഷ്യോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് 40 പൈസയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനുണ്ടാവും. സോ നമ്മൾ കമ്പൈൻ ചെയ്യണ സമയത്ത് ഡയറക്റ്റ് നമുക്ക് എന്ത് കാണാൻ പറ്റും? 40 പൈസയുടെ വാല്യൂസ് നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ ആയല്ലോ? യെസ്. Okay. Next question നോക്കാം. If X beakers of 100 ml containing 1:4 acid water solution are mixed with Y. Sorry, are mixed with Y beakers of, mixed with full stop alla, mixed with Y beakers of 200 ml containing 3:17 acid water. Acid water solution.